So yes, ladies and gentlemen, Godzilla versus Kong, ദി ന്യൂ എംപയർ എന്ന് പറയുന്ന പടം ഞാനും കണ്ടു ഗൈസ്. ഇത് എന്താ പറയുക, ആ ഒരു കോങ് അല്ലെങ്കിൽ ഗോഡ്സില്ല സിനിമയുടെ ആ ഒരു DNA മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു സിനിമ. സംഭവം കൊള്ളാം. നമ്മുടെ പസഫിക് റിം, ജുറാസിക് വേൾഡ്, പിന്നെ ട്രാൻസ്ഫോമേഴ്സ്, ഈ സിനിമകളൊക്കെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് ഒരു അവിയൽ രൂപത്തിലാക്കിയിട്ടുണ്ട്. എന്ന് കരുതി പടം അത്ര ബോറൊന്നുമല്ല. പക്ഷേ കോങ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന, ഒരു പ്രണയത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത് ഇറങ്ങിയ ആ സിനിമയുടെയൊക്കെ ആ ഒരു DNA അവിടെ ടോട്ടലി റീറൈറ്റ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാണ് ഈ ഒരു ഫ്രാഞ്ചൈസി. ആ ഫ്രാഞ്ചൈസിയിൽ 5ാമത്തെ സിനിമയും കൂടിയാണ് ഇത്. ഇതുകൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല. ഇതുപോലെ ഈ സീക്വൽസ് ഇഷ്ടം പോലെ വരും. കാരണം ആ ഒരു യൂണിവേഴ്സ് തന്നെ അവർ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. മോൺസ്റ്റർ വേഴ്സ് എന്നാണ് പറയുന്നത് ആ ഒരു യൂണിവേഴ്സിന്. സോ ടോട്ടലി കണ്ടിരിക്കാം. ഇഷ്ടപ്പെടുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസസും പിന്നെ കഥ എങ്ങോട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതായത് പസഫിക് റിം ഓർമ്മ വരും, ജുറാസിക് വേൾഡ് ഓർമ്മ വരും, ട്രാൻസ്ഫോമേഴ്സ് ഓർമ്മ വരും. സോ ഈ 3 സിനിമകളും എന്താ പറയുക അത്യാവശ്യം നല്ല തന്നെയാണ്, നല്ല കഥകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതും എന്താ പറയുക കണ്ടിരിക്കാൻ തോന്നും. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഒറ്റ കാര്യമാണ് ഇതിലെ ഫാൻറ്റസി. ആ ഇവി ട്രൈബ് എന്ന് പറയുന്നത്, ആ ഒരു പെൺകുട്ടീനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ഒരു ടെലിപാത്തിക് എബിലിറ്റീസും ആ ഒരു സിവിലൈസേഷൻ, അതൊക്കെ എടുത്തങ്ങോട്ട് എടുത്തങ്ങോട്ട് പുറത്തെറിയേണ്ട സംഭവം. ആ സെഗ്മെൻ്റ് അതിൽ വേണ്ടായിരുന്നു. ഒരുമാതിരി ഫാൻറ്റസി വേൾഡ് ചെന്ന് അങ്ങനത്തെ ഒരു പെൺകുട്ടി ഇത്രയ്ക്ക് എബിലിറ്റീസൊക്കെ ഹോളിവുഡിൽ ഈ വക സാധനങ്ങൾ കാലപ്പഴക്കം വന്നു പോയൊരു സെഗ്മെൻറ്റ്. ഇങ്ങനത്തെയൊക്കെ ലൈനുകൾ അതെടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. എന്നാലും ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ഈ കോങ് എന്താ പറയുക ഒരു അൺചാർട്ടഡ് ഏരിയയിൽ ചെന്ന് തൻ്റെ ആൾക്കാർ മരിച്ചിട്ടില്ല ഇനിയും കുറേ പേരൊക്കെ ഉണ്ട് അവരെ കാണാൻ പോകുന്നതും അത് അവർ തമ്മിലുണ്ടാകുന്ന യുദ്ധങ്ങളും ഒക്കെ നല്ല രസമായിട്ട് എടുത്തത്. അതൊക്കെ കാണാൻ രസമുണ്ട്. പക്ഷേ കോങ് എന്ന സിനിമയിൽ ആദ്യത്തെ ആ ഒരു ഭീകരതയുണ്ടല്ലോ, ഇവരുടെ വലിപ്പം, പിന്നെ മനുഷ്യരത്ര ചെറുതാണ് എന്ന് കാണിക്കുന്ന ആ സീൻസൊന്നും ഈ സിനിമയിൽ എവിടെ ഇല്ല. ആ കൂടി അവസാനം നടക്കുന്ന ആ ഫ്ലൈറ്റ് സീനിൽ മാത്രം കുറച്ച് ആൾക്കാർ ആ ബീച്ചിൽ നിന്ന് ഓടുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അത് അത്രയ്ക്ക് വലിയ ഹൊറിഫിക്കേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ കണ്ടിരിക്കാം, അത്ര തന്നെ. ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ്, ഇതിൻ്റെ നെക്സ്റ്റ് സീക്വൽ എന്തായാലും ഇറങ്ങും. പക്ഷേ ഈ കഥ എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരിക്കില്ല അതിൽ വരുന്നുണ്ടാവുക. കാരണം ഇതിന് മുൻപ് ഇറങ്ങിയ ഗോഡ്സില്ല -1 എന്ന് പറയുന്ന സിനിമയുടെ ആ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരിക്കും തിരിച്ചു വരിക. കാരണം എല്ലാവരും പറഞ്ഞത് ഗോഡ്സില്ല -1 എന്തുകൊണ്ടും ഭേദമായുള്ള സിനിമയാണ്. ഈ ന്യൂ എംപയർ എന്ന് പറയുന്ന സിനിമ ഇറ്ററേഷനേക്കാളും അല്ലെങ്കിൽ ആ ഒരു സീക്വലിനേക്കാളും എന്തുകൊണ്ടുമാണ് പ്രീക്വൽ അടിപൊളി സിനിമയാണ്. സോ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയായിരിക്കും ഇനി അടുത്ത കഥകൾ എഴുതുന്നുണ്ടാവാം എന്നൊരു അഭ്യൂഹം കേട്ടു. വളരെ നല്ല കാര്യം. ഇത് ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, കുരങ്ങന്മാരൊക്കെ വെച്ചിട്ട് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. സോ അതിനോടും ചേർന്ന് വന്നതുകൊണ്ടായിരിക്കും ആ ഒരു ഭീകരതയൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്തത്. കാരണം അതിൽ കുറേ കുരങ്ങന്മാർ, ഇതിലും കുറേ കുരങ്ങന്മാർ. തമാശയുടെ ഇതിൽ ഈ കോങ് പോയി ഇടിക്കണ യുദ്ധം ചെയ്യുന്ന സീൻസൊക്കെ ഉണ്ട്. തൻ്റെ ഇതുപോലെയുള്ള ചിമ്പാൻസിയാണ് ഇതിൻ്റെ മെയിൻ വില്ലൻ. ആളെ പോയി എന്താ പറയുക യുദ്ധത്തിലേക്ക് ഏർപ്പെടും, എന്താ പറയുക കുരങ്ങന്മാർ നമ്മൾ ഇടി കൂടുന്നു എന്ന ഒരു ഫീലിംഗ് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. കാരണം മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയിൽ. സോ ആ ഒരു ഹ്യൂമൻ ടച്ച് പോയി. ആൻഡ് പറയേണ്ട ഒരു കാര്യം, ഇതിൽ ടോണി സ്റ്റാർക്ക് അല്ലെങ്കിൽ അയൺ മാൻ്റെ അസിസ്റ്റൻ്റ് പോലെ നിൽക്കുന്ന ഒരു കക്ഷിയുണ്ട് ഇതിനുള്ളിൽ. കോങ്ങിന് എന്താ ഫ്രോസ്റ്റ് ബൈറ്റ് വരുമ്പോൾ കയ്യും ഇങ്ങനെ ഒരു ആർമർ കൊണ്ട് വെക്കുന്നതും, പല്ലവേന വരുമ്പോൾ പല്ലെടുത്ത് മാറ്റുന്ന ഒരു വ്യക്തിയുണ്ട് ഇതിൽ, ഒരു ടെക് കീക്കി ഗായ്. സോ ആൾ ചുറ്റിപ്പറ്റി ആൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് സെലക്ട് ചെയ്ത്, നല്ല ആൽബത്തിൽ നല്ല പാട്ടുകളൊക്കെ, അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പാട്ടുകൾ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മ്യൂസിക്കുകളും ആ ഒരു ആൽബം സെലക്ട് ചെയ്ത് രീതിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കളർഫുള്ളായിരുന്നു ആ ഒരു കക്ഷി വരുമ്പോൾ. ആ ഒരു ഈസ് വെഞ്ചർ നമ്മുടെ ജിം കയറി നടക്കുന്ന പോലെ ചെറിയൊരു രീതിയിൽ കക്ഷി നടക്കുന്ന രീതിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടന്നത്. ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഏറെക്കുറെ കണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂ എംപയർ ഇറങ്ങിയിട്ട് 2-3 മാസമൊക്കെ ഇപ്പോഴാണ് റിവ്യൂ ചെയ്യാൻ ടൈം കിട്ടിയത്. സോ ഇനി ഈ രാജ്യത്ത് റിലീസ് ഇനി അടുത്ത് വരാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ടർബോ ആണ്. ദാറ്റ്സ് ദി മച്ച് അവൈറ്റഡ് തിങ്.
ആൻഡ് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഏകദേശം ഊഹം കിട്ടി കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് കൈൻഡ് ഓഫ് യുനോ ഒരു തരം മാഡംബി സ്റ്റൈലുള്ള പടം. സോ അതിന് വലിയ ഫാനുമല്ല, ബട്ട് അതിൽ വില്ലൻ നമ്മുടെ കന്നഡയിലൊക്കെ അഭിനയിച്ച്. സോ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, എന്നാൽ അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട് തോന്നാത്തൊരു കാര്യം. എന്നാലും ഒരു ഹൈപ്പ് ഉണ്ട് മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ. സോ ഗൈസ് ഞാൻ അത് ഇറങ്ങട്ടെ. സോ വേറൊരു മൂവി റിവ്യൂമായിട്ട് വരാം ആസ് യൂഷ്വൽ. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് മോൺസ്റ്റർ വേൾഡ് അല്ലെങ്കിൽ ഗോഡ്സില്ല, കോങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് കാണാം. ആൻഡ് ബിവെയർ യു വോണ്ട് ബി സർപ്രൈസ്ഡ്. കാരണം അത്ര വലിയ കാരണം കോങ് സിനിമയിൽ ആ ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലോ പെൺകുട്ടികളും ചേച്ചിയുമായിട്ടുള്ള ആ ഒന്നും ഇതിലില്ല. സോ ടോട്ടലി എന്താ പറയുക, അതായത് പസഫിക് റിം അത് തന്നെ, പസഫിക് റിമിൻ്റെ വേറൊരു വെർഷൻ. പസഫിക് റിം ഇതിനേക്കാളും അടിപൊളിയായിരുന്നു. കാരണം ആ ഒരു ഭീകരതയും ആ ഒരു വലിപ്പമില്ലായ്മ, മനുഷ്യൻ്റെ ആ ചെറുപ്പം, മനുഷ്യനെ അത്രത്തോളം ചെറുതാണ് അതിൻ്റെ മുന്നിൽ നിന്ന് വ്യക്തമായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിരുന്നു ആ സിനിമയ്ക്ക്. ഈ ഒരു സിനിമയിൽ ആയിരുന്നു മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലായിരുന്നു. സോ ഗൈസ് ഐ കാൻ യു ഗൈസ് നെക്സ്റ്റ് മൂവി റിവ്യൂ. വേറെ ഒന്നും പറയാനില്ല പടത്തേക്ക്. ഇറ്റ്സ് വൺ ടൈം വാച്ചബിൾ മൂവി. ആൻഡ് ഐ ഹോപ്പ് ദേ ഡോണ്ട് ഡു ദ സെയിം മിസ്റ്റേക്ക് അഗൈൻ. കാരണം ഗോഡ്സില്ല T-1 എന്ന് പറയുന്ന പടം 2023 ഇറക്കിയിട്ട് നെക്സ്റ്റ് പടം 2024. ഒരു ചെറിയ ഗ്യാപ്പ് വച്ചിരുന്നതെങ്കിലും കുറച്ചുകൂടെ ഹൈപ്പിങ്ങിന് കിട്ടിയാണ്. ഗ്യാപ്പ് പോലും വെക്കാതെ പെട്ടെന്ന് തന്നെ അടുത്ത സീക്വൽ ഞങ്ങൾ ഇറക്കിയപ്പോഴായിരിക്കാം ആ ഒരു ഹൈപ്പ് അങ്ങനെ പോയി. കാണാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടല്ലോ പോയി. പടം ഗ്രാഫിക്സൊക്കെ അടിപൊളി തന്നെയാണ്, മ്യൂസിക് അടിപൊളിയാണ്. ഒരു ഹ്യൂമൻ എലമെൻ്റ് ആണ് ഇവിടേക്ക് ഒരു മിസ്സിങ് സംതിങ് എവിടെയും. ആ ഫാൻറ്റസി ഭാഗമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ. ഞാൻ സിവിലൈസേഷൻ ഇനി ട്രൈബ് എന്ന് പറയുന്ന സാധനം എവിടെ ചെന്നാലും മനുഷ്യന്മാർക്ക് ജീവിതത്തിനോട് ഇഷ്ടമില്ല. ആ ഹാലോ എർത്തിൽ പോയിട്ട് ഇവന്മാർ അവിടെയുണ്ട് മനുഷ്യന്മാർ. മറ്റേ ആ ഹാലോ എർത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം, അവിടെ എങ്ങനെ വെളിച്ചം വരുന്നത് എന്നുള്ളതാണ്. ഭൂമിയുടെ അടിയിൽ വേറൊരു ഒരു സ്ഥലം, അവിടെ മനുഷ്യന്മാരും കുറേ വാഴ കൊടുത്ത് കുറേ ചെടികളും മരങ്ങളും ഉള്ള ഒരു സ്ഥലം. വെയിലില്ലാതെ എങ്ങനെയാണ് അവിടെ വെളിച്ചം വരുന്നത്, സൂര്യനില്ലാതെ എങ്ങനെയാണ് വെളിച്ചം വരുന്നത്, ഒരു ലോജിക്ക് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കഥയിൽ ചോദ്യമില്ല, എന്നിരുന്നാലും എന്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൗക്കം ഓളവാർത്തിൽ വെളിച്ചം വരുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓർക്കം കിട്ടുന്നില്ല ചോദിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേ സേഫ്.